എൻ്റെ പേര് വിനോദ് ഗോപിനാഥൻ. ഞാൻ കൈതാര വെണ്ണൂറ്റിപ്പുറം എസ് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. വളരെ അപൂർവമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ കാണാത്ത ഒട്ടനവധി ചടങ്ങുകൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ 2 ദിവസം നടക്കുന്ന ഒതലങ്ങിയാറാണ്. ഒതലങ്ങിയാറിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഭാഗത്തും 2 കരയോഗങ്ങളും 2 ദിവസത്തിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടേത് ഈ ഭാഗത്താണ്, വടക്ക് ഭാഗത്താണ്. ഈ ഒതലങ്ങ 2 സൈഡിൽ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പരസ്പരം എറിയുന്ന ഒരു ചടങ്ങാണത്. അത് നമ്മളുടെ എല്ലാം ഈ കാളി, ഇവിടെ ഈ പ്രദേശത്ത് ദാരികവധം കഴിഞ്ഞു വരുന്ന കാളിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം അങ്ങനെ ഓരോ ഭക്തജനങ്ങളെല്ലാവരും തന്നെ ഓരോ രീതിയിൽ അവരെ ആ ഒരു കാളിയോടുള്ള ഭക്തി പ്രകടിപ്പിച്ചതായിട്ടാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഒതലങ്ങിയാറും. അതേപോലെ തന്നെ എല്ലാ ദിവസവും നടക്കുന്ന, രാത്രിയിൽ നടക്കുന്ന 12 മണിക്ക് ശേഷം നടക്കുന്ന ചൂട്ടുപടയണി, ചൂട്ട് കത്തിച്ചിട്ട് ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രാവശ്യം ഭക്തരെ ഓടി അവിടെ വന്ന് പടയണിപ്പാട്ട് പാടി പിരിയുന്ന ഒരു സംഭവമാണത്. അതേപോലെ തന്നെയാണ് ഈ ശരിക്കും പറയും നമ്മുടെ ഞങ്ങളുടെയൊക്കെ കാരണവന്മാർ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്, ഇവിടെ ഈ പ്രദേശം കാളിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേര് ഉള്ള ഇവിടെ നോക്കുമ്പോൾ ശരിയാണ്. തൊട്ടടുത്ത് 3 കാളിക്ഷേത്രങ്ങളുണ്ട്. അത് എല്ലാം ഭയങ്കരമായിട്ടുള്ള പേരെടുത്ത ക്ഷേത്രങ്ങളാണ്, ശക്തി സ്വരൂപിണിയായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ആ പറയുന്ന ഒരു ഐതിഹ്യമായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോമരം കെട്ടിക്കൊണ്ട് തുള്ളുന്ന ഒരു കാഴ്ചയാണ്. കോമരം കെട്ടിക്കൊണ്ട് തുള്ളി വരുന്ന പടയണി, അതിനെയാണ് പടയണിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അത് 2 ഭാഗത്തുനിന്നും വളരെ പ്രസിദ്ധമായിട്ടാണ്, വളരെയധികം എഫർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ പടയണിയൊക്കെ നടത്തി വരുന്നത് ഓരോരുത്തർ. അപ്പം വർഷങ്ങൾ പഴക്കമുള്ള 70-80 വർഷം പഴക്കമുള്ള ഭീമനാണ് അപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്. ഞങ്ങളുടെ അനുമാനം എഴുന്നള്ളിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷം ആവണേ ഉള്ളൂ ഞങ്ങളുടെ. പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃഷ്ണനായിരുന്നു. പിന്നെ കടമക്കുടിക്കാരുടെ അവർ അവിടുന്ന് സ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വരുമായിരുന്നു. അർജുനനെയും അതേപോലെ തന്നെ മറ്റേ ഒരു പക്ഷി രൂപത്തെയും എഴുന്നള്ളിച്ചു വരുമായിരുന്നു. ഇതെല്ലാം കൂടിച്ചേർന്ന് ഞങ്ങളുടെ പടയണി വരുന്നത്. അത് ഇന്നലെയായിരുന്നു ഞങ്ങളുടെ പടയണിൻ്റെ ദിവസം. ഒന്നരാടം എല്ലാ വർഷത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 6 ദിവസങ്ങളിൽ എഴുന്നള്ളിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ വർഷം ഈ വർഷം ഉത്സവം ഞങ്ങൾക്കാണ് ആദ്യമെങ്കിൽ അടുത്ത വർഷം ഉത്സവം അപ്പുറത്തെ കരയോഗത്തിനായിരിക്കും. അങ്ങനെ മാറിയാണ് എഴുന്നള്ളിച്ച് വരുന്നത്. ഇത് ഇവിടുന്ന് എഴുന്നള്ളിച്ച് നമ്മൾ 3 പ്രാവശ്യം നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് നമ്മൾ ഇവിടെ ഭക്തി പുരസ്സരം ഇവിടെ പുറത്തു കൊണ്ടുവന്ന് എല്ലാ ആടയാഭരണങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെയാണ് അവരുടെ പടയണിക്കും അവർ വ്യക്തമാക്കുവരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പടയണിയെ സംബന്ധിച്ചിടത്തോളം പടയണി എപ്പോഴും കാളിയുടെ കോപം ശമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ കോമരം കെട്ടി തുള്ളി കാളിയുടെ മുമ്പിൽ തുള്ളി വീണു എന്നാണ് പറയുന്നത്. അത് കണ്ട് കാളി തൃപ്തി അടഞ്ഞ് ഇവിടുന്ന് മടങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇവിടുന്ന് ആ ഒരു കോപം ശമിപ്പിച്ചു എന്നുള്ളതാണ്. വലിയ വിളക്കിന് രാവിലെ മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അത് കഴിഞ്ഞാൽ വലിയ വിളക്ക് ആനയെ വെച്ചുള്ള കാഴ്ച ശ്രീബലി, അത് കഴിഞ്ഞാൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭയങ്കര ഒരു സദ്യ, തിരിച്ച് വൈകുന്നേരം കാഴ്ച ശ്രീബലി ക്ഷേത്ര നടയിൽ എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് വാദ്യങ്ങളോടുകൂടി എഴുന്നള്ളിച്ച് താലമൊക്കെ കൂടി എഴുന്നള്ളിച്ച് ഗംഭീരമായിട്ടുള്ള ഉത്സവം ഒരു 10 മണിക്ക് തീരും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആറാട്ട് രാവിലെ 8:30 മണിക്ക്, പിന്നെ ആറാട്ട് സദ്യ 11 മണി മുതൽ ഏതാണ്ട് 2-2:30 മണി വരെ 1000-1500 ആൾ ഈ സദ്യയിൽ പങ്കെടുക്കും. അങ്ങനെ ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയൊരു ഉത്സവമാണ് തൃക്കോരം ഭഗവതി ക്ഷേത്രത്തിന് നടക്കുന്നത്. 800 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്.
2 കരയോഗങ്ങളുടെയും പൊതുയോഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേരടങ്ങുന്ന ഒരു ഭരണസമിതിയാണ്. 10 പേര്. ആ 10 പേരാണ് ഭരിക്കുന്നത് ഇവിടെ. ഇവരിന്ന് പൂർണ്ണ സഹകരണമാണ്. ഇവർ ഡെഡിക്കേറ്റഡ് ആണ്. ഇവർക്ക് ഞങ്ങൾ 5 കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് അല്ല 3-6 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കരയോഗങ്ങളിലേക്ക് പിൻവാങ്ങും. ഈ അമ്പലം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടൊരു കാര്യമല്ല. ദൈനംദിന കാര്യങ്ങൾ, അതുപോലെ എല്ലാ മാസത്തിലും ഓരോ വഴിപാടുകൾ, അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ആർക്കും ഒരു പരാതിക്കിടയില്ലാത്ത രീതിയിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊന്നും ഒരാളും എതിര് പറയില്ല. നാട്ടിലെ ഒരാൾ പോലും എതിര് പറയില്ല. ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് പ്രത്യേക അങ്ങനെയാണ് ഇവരുടെ ഭരണം. അത് ഞങ്ങളാണ് ഇവരെ തെരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരാണ് പൊതു കമ്മിറ്റി ആയിട്ടുള്ളത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.